മഴ ചെറപറ പെയ്തുകൊണ്ടിരിക്കുമ്പോ എല്ലാ ആളുകളും ഉള്ളിലേക്ക് ഓടിക്കയറുമ്പോ ആ മഴയെ വകവെക്കാതെ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആളിവിടെയുണ്ടെങ്കിൽ അത് ഭ്രാന്തനാണ്. അതുകൊണ്ട് മഴ ഭ്രാന്തന്റെ അമ്മയാണ് എന്ന് മലയാളക്കരയുടെ യുഗപുരുഷനായ യശശരീരനായ സച്ചിദാനന്ദൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ ഓർത്തുപോവുകയാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ പഠിക്കേണ്ടവരാണ്. അവരാണ് വിദ്യാസമ്പന്നരാകേണ്ടവർ, അവരാണ് അവരുടെ കയ്യിലേക്കാണ് മതകലാലയങ്ങളുടെ ഉത്തരവാദിത്തം കടന്നു പോകുന്നത്. ആരാകണം അവർ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടം എന്ന് പറയുന്നതിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ രക്ഷിതാവിനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് എന്ന് പറയുന്ന പേര് പരിശുദ്ധ നബി തിരുമേനി ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് കൊടുക്കാൻ അബ്ദുൽ മുത്തലിബ് തീരുമാനിക്കുകയാണ്. അബ്ദുൽ മുത്തലിബെ, അങ്ങയുടെ വളർത്തു പുത്രന് പേരക്കുട്ടിക്ക് അങ്ങ് എന്താണ് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് അറബികൾ ചോദിക്കാൻ തുടങ്ങി. ഖാല സമ്മൈതുഹു മുഹമ്മദാ. മങ്കൂസ് മൗലൂദിലൂടെ നമ്മൾ എന്നും പാരായണം ചെയ്യാറുള്ള ഹദീസാണിത്. ഖാല സമ്മൈതുഹു മുഹമ്മദാ, ഞാൻ മുഹമ്മദ് എന്ന് ഈ കുട്ടിക്ക് പേരിട്ടിരിക്കുകയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് മുഹമ്മദ് എന്ന പേരെന്ന് മരിപ്പറമ്പിൽ ആർക്കും ഇല്ല. ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് കൊടുത്തപ്പോ അറബികൾ ചോദിക്കാൻ തുടങ്ങി. വില്ലാളി വീരന്മാരായ ആളുകൾ, യുഗപുരുഷന്മാരായ ഗജവീരന്മാരായ ആളുകൾ അബ്ദുൽ മുത്തലിബിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. ലിമ റഗിബ്ത അൻ അസ്മാഇ ആബാഇക, നിന്റെ പൂർവകാല പിതാക്കന്മാരുടെ പേരിനെ എന്തുകൊണ്ടാണ് നീ തമസ്കരിച്ചത്? നമ്മുടെ ഉപ്പാപ്പമാരായിട്ട് ഇട്ടുപോരുന്ന പേരുകളെ, കേട്ടുകേൾവിയുള്ള പേരുകളെ, ഈ മണലാരണ്യത്തിൽ പ്രചാരം സിദ്ധിക്കപ്പെട്ട നാമങ്ങളെ എന്തുകൊണ്ടാണ് മനഃപൂർവ്വം തിരസ്കരിച്ചത് അബ്ദുൽ മുത്തലിബ് എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് മറുപടി പറയുകയാണ്, ഉരീദു അൻ യഹ്മിദഹു മൻ അലൽ ഖബ്റാ. ഈ മണലാരണ്യത്തിലുള്ളവർ മുഴുവൻ എന്റെ പുത്രനെ സ്തുതിക്കാൻ, ഈ മണൽ പരപ്പിലുള്ള ആളുകളെല്ലാം എന്റെ പുത്രനെ അഭിസംബോധന ചെയ്യുമ്പോ സ്നേഹത്തോടുകൂടെ, സ്തുതിയോടുകൂടെ, സ്തോത്രങ്ങളോടുകൂടെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഈ മണലാരണ്യത്തിൽ നിങ്ങളുടെ ഉപ്പാപ്പമാരായിട്ട് കേൾവിയില്ലാത്ത പേരിനെ എന്റെ പുത്രന് നൽകാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് ബഹുമാന്യനായ അബ്ദുൽ മുത്തലിബ് അവിടെ മറുപടി പറഞ്ഞു എന്ന് നമ്മൾക്ക് കേൾക്കാൻ, ചരിത്രത്തിലൂടെ അന്വേഷണം നടത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫാത്തിമ എന്ന് പറയുന്ന പേരിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഫാത്തിമ എന്ന് പറയുന്ന പേര് നമ്മുടെ നാട്ടിൽ പ്രചാരം സിദ്ധിക്കപ്പെട്ട ഒരു പേരായി. കുട്ടികൾക്ക് സന എന്നും ഹന എന്നും റഫ എന്നും ഫിദ എന്നും നിദ എന്നും നദ എന്നും ഒക്കെ നമ്മൾ ആ സംസ്കൃതി ശ്ലാഘിക്കപ്പെടേണ്ട സംസ്കൃതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഹ്യ ഇബ്നു സഈദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ, ആടിനെ കറന്നു കൊണ്ടുവരണം. പരിശുദ്ധ റസൂലിന് ആട്ടുംപാല് കുടിക്കാൻ ഒരു പൂതി വന്നു. ഇന്നാലിന്റെ സഹാബിയുടെ വീട്ടിൽ അകിട് ഉന്തി വീർത്ത ഒരു ആടുണ്ട് എന്ന് കേട്ടുപോയി. സഹാബി സമ്മതിച്ചു, നബിയെ, എന്റെ വീട്ടിൽ കെട്ടിയിടപ്പെട്ട ആടിനെ കറക്കാൻ, അങ്ങേക്ക് കുടിക്കാൻ എന്റെ വീട്ടിന്റെ ആടിന്റെ അകിടിൽ കിടക്കുന്ന പാലിന് ഞാൻ നൽകിയിരിക്കുകയാണ്. സമ്മതമാണ് നബിയെ, സമ്മതം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ നിന്ന് ആരാണ് ആടിനെ കറന്ന് കൊണ്ടുവരാൻ, ആടിനെ കറന്നിട്ട് ആകിന്റെ അകട്ടിൽ നിന്ന് പാലിനെ ശേഖരിച്ചിട്ട് മുഹമ്മദിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ആരാണ് ഈ സദസ്സിൽ സന്നദ്ധനായിട്ടുള്ളത് എന്ന് പരിശുദ്ധ തിരുമേനി സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ ഫഖാമ റജുലുൻ, ഒരാൾ എണീറ്റ് വന്നു. ആള് വന്നു, അയാൾ ഇങ്ങനെ എണീറ്റ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു പറഞ്ഞു, നബി അനയാ റസൂലല്ലാഹ്, ഞാൻ സന്നദ്ധനാൻ, അങ്ങേക്ക് ഈ സഹാബിയുടെ വീട്ടിൽ പോയി ആടിനെ കറന്നിട്ട് പാടിനെ കറന്ന് കൊണ്ടുവരാൻ. അവിടെ നിൽക്കട്ടെ. മസ്മുഖ്, നിന്റെ പേരെന്താണ്? പേരന്വേഷണം നടത്തിയിട്ട് വേണം ആടിനെ കറക്കാൻ ആളെ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ സഹാബി പറഞ്ഞു, ഇസ്മി മുറ, എന്റെ പേര് മുറ എന്നാണ്.
മുറ എന്ന് പറഞ്ഞാൽ അറബ് ഭാഷയിൽ കയ്പാൻ, കയ്പ് രുചിയുടെ അർത്ഥമാണ് ധ്വനിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട്, ഇജ്ലിസ്, നീ ഇരിക്കണം, നീ ഇരിക്കണം, ഈ പേര് ചുമന്നിട്ട് നീ ആടിനെ കറക്കാൻ പോകണ്ട, നിന്റെ പേര് നല്ല ലക്ഷണമല്ല പ്രദാനം ചെയ്യുന്നത്. പിന്നെ ആരാണ് സന്നദ്ധനായിട്ടുള്ളത് എന്ന് പരിശുദ്ധ തിരുമേനി സദസ്സിൽ ചോദിക്കുകയാണ്. ഫഖാമ റജുലുൻ, മറ്റൊരാൾ എണീറ്റ് നിന്നു. ഉടനെ തന്നെ പരിശുദ്ധ നായകൻ ചോദിച്ചു, മസ്മുക്, നിന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഹർബ്, എന്റെ പേര് ഹർബ് എന്നാണ്. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധത്തിനാണ് ഹർബ് എന്ന് പറയാറുള്ളത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുപോയി, നിന്റെ പേരും ശുഭലക്ഷണം പ്രദാനം ചെയ്യുന്നില്ല. ഇജ്ലിസ്, ഇരിക്കടാ സദസ്സിൽ, നീയായിട്ട് എനിക്ക് ആടിനെ കറന്നിട്ട് പാല് കൊണ്ടുവരാൻ പോകേണ്ട ആവശ്യമില്ല. സുമ്മ ഖാമ റജുലുൻ ആഖർ, മറ്റൊരാള് മൂന്നാമതായി പരിശുദ്ധ റസൂലിന്റെ എണീറ്റ് നിന്നുപോയി. അള്ളാന്റെ റസൂല് ചോദിച്ചു, മസ്മുക? എന്റെ പേര് യഈഷ് എന്നാണ്. യഈഷ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സജീവത പുലർത്തുന്ന പ്രക്രിയയുള്ളവൻ എന്നാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹ്ലം ബിക വസഹ്ല, നിനക്ക് സ്വാഗതം സഹോദര. പാത്രം ആ സ്വഹാബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അദ്ദേഹത്തെ പറഞ്ഞയച്ചു, എന്തിന്? ആടിനെ കറന്നിട്ട് പാല് കൊണ്ടുവരാൻ. അപ്പൊ ചീത്ത പേരുള്ള ആൾക്കാര്, അല്ലെങ്കിൽ മോശമായ അർത്ഥമുൾ ധരിപ്പിക്കുന്ന പേരിന്റെ ഉടമകള് ആടിനെ കറക്കാൻ പാടില്ല എന്നുള്ളൊരു ഫത്വ കൊടുക്കലല്ല പരിശുദ്ധ നായകന്റെ ഇവിടെയുള്ള ലക്ഷ്യം. പിന്നെ ഇതിനെ ഒരു ശുഭകരമായ സന്ദേശത്തെ പ്രചരിപ്പിക്കലാണ്. പോസിറ്റിവിറ്റി പാപതലത് കണ്ടിക്കണം. അഭിമാനാളുകൾ ആ കുങ്ങൾക്ക് ലഭിക്കാൻ അതിലൂടെ അവർക്കൊരു പ്രചോദനമാകണം. ലോകത്ത് ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും ശുഭകരവുമായ അർത്ഥം പ്രദാനം ചെയ്യുന്ന പുതിയ പറച്ചിലൂടെ പേരുകളാണ് അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ, അബ്ദുൽ പേര് വളരെ പേളിയൻ പൺപള അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ ഒന്ന് അബ്ദുള്ളയാണ്, ഒന്ന് അബ്ദുർ റഹ്മാനാണ്. ഈ അബ്ദ് എന്ന് ധ്വനിപ്പിക്കുന്ന അടിമയാണ്. അപ്പൊ ആ പേര്, അവന്റെ പേരിങ്ങനെ പരാമർശിക്കുന്ന നീ റബ്ബിന്റെ അടിമയാണ്, പത്തായ റബ്ബിന്റെ അടിമയാണ്, നീ ഗഫാറായിന്റെ ുള്ളവരുടെ കൂടെ ഒരു സദസ്സിൽ ഇരിക്കൽ പോലും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം, ഇസ്മായിൽ, ഷുഹൈബ്, ഹാറൂൻ എന്നൊക്കെ പേരുള്ള ആളുകളുടെ കൂടെ ഇരിക്കൽ സുന്നത്താണത്രേ. എന്താണ് കാരണം? അതിന്റെ ഒരു കെമിസ്ട്രി പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്, ആ ആളിരിക്കുന്ന സദസ്സിൽ ഒരു തബറുക്കുണ്ട്. അത് പ്രവാചകന്റെ നാമം ചുമന്ന ആളായത് കൊണ്ടാണ്. മാത്രമല്ല, ഷുഐബ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ ഏതൊക്കെ സദസ്സിൽ ഷുഐബ് എന്ന് കൂട്ടുകാര്, ബന്ധുക്കൾ, അടുത്തവര്, അറിയാത്തവർ ആരൊക്കെ വിളിക്കുന്നുണ്ടോ അവൻ കാരണമായിട്ടൊരു പ്രവാചകൻ ഇവിടെ സ്മരിക്കപ്പെടുകയാണ്. അതിന്റെ പുണ്യം മുഴുവൻ ആ പേരിന്റെ ഉടമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പേരിടുകയാണെങ്കിൽ പ്രവാചകന്മാരുടെ പേര് കൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പേരിടുക എന്ന് മറ്റൊരു ഘട്ടത്തിൽ പരിശുദ്ധ നബി പറഞ്ഞിട്ടുണ്ട്.
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉരിദലി അല്ലൈലത ഖുലാം, ഒരു രാത്രി വൈകിയ വേളയിൽ സഹാബത്തിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. ഇന്നത്തെ രാത്രി എനിക്കൊരു ആൺകുഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് സഹാബികളെ. വളരെ സന്തോഷഭരിതനായിട്ടാണ് പിതാവായ സന്തോഷത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഉലിദലി അല്ലൈലത ഖുലാം, ഇന്ന് രാത്രി എനിക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. ഫസമ്മൈതുഹു ബിഇസ്മി അബി ഇബ്രാഹിം, ആ കുട്ടിക്ക് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ പേരാണ്. പിതാവായ ഇബ്രാഹിം എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്റെ വല്ലിപ്പയായ ഇബ്രാഹിം. ആ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലൂടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ വസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, എന്റെ പിതാവായ എന്റെ പ്രപിതാവായ ഇബ്രാഹിമിന്റെ പേരാണ് ഈ കുഞ്ഞിന് ഞാൻ കൊടുത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുട്ടികളുടെ കൂട്ടത്തിലെ പ്രധാനിയായ ഒരു പുത്രനാണ് ഇബ്രാഹിം. ആ കുട്ടി പിന്നെ ചെറുപ്പത്തിലേ മരിച്ചുപോയ കുഞ്ഞിന്റെ മയ്യത്ത് പിടിച്ച് അല്ലാഹുവിന്റെ റസൂല് 6 അടി മണ്ണിലേക്ക് നടന്നുപോയി. 6 അടി മണ്ണിലേക്ക് കുഞ്ഞിന്റെ ശരീരം താഴ്ത്തി വെച്ചിട്ട് ഖബറിന്റെ മുകളിൽ മൂടുകല്ല് ഇങ്ങനെ വെക്കുമ്പോ ഗദ്ഗത കണ്ഠനായി പരിശുദ്ധ പിതാവായ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവങ്ങനെ പരിശുദ്ധ പിതാവായ മുഹമ്മദ് എന്റെ കണ്ണിൽ നിന്ന് ഇബ്രാഹിം. അതുകൊണ്ട് പൊന്നുപുത്രനായ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖം കൊള്ളുകയാണ്. അന്നാണ് ഗ്രഹണമുണ്ടായത്, അന്നാണ് സൂര്യഗ്രഹണമുണ്ടായത്. സഹാബത്തിന്റെ ഇടയിൽ തന്നെ സംസാരമായി, സഹാബത്തിന്റെ ഇടയിൽ വാക്ക് അഭിപ്രായങ്ങൾ പ്രചരിച്ചു പോയി. റസൂലുള്ളാഹിന്റെ പരിശുദ്ധ റസൂലിന്റെ മകൻ മരിച്ചുപോയതിന്റെ അടയാളമായ അതിന്റെ ഭാഗമായിട്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത് എന്ന് സഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായം വ്യാപിച്ചപ്പോ അതിനെ തിരുത്താൻ പരിശുദ്ധ പിതാവ് മുന്നോരുകയാണ്. പ്രപഞ്ചത്തിന്റെ ചലങ്ങളിൽ വിധാനം അങ്ങനെ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദിന്റെ പുത്രൻ ലോകോട് പറഞ്ഞു കൂടെ സഹാബത്തിന്റെ അടുക്കൽ കടന്നിട്ട് പേരിന്റെ കഥ പറഞ്ഞപ്പോഴാണ് ഒരു ശുശ്രൂഷയുടെ പേരും നിങ്ങളുടെ കുട്ടികൾക്കിടയിൽ നിങ്ങൾക്ക് വളരെ പുണ്യമാണ്. സഹാബികളുടെ കൂട്ടത്തിലെ വളരെ പനിയ സഹാബികളാണ് ഉണ്ടായിരുന്നത്. 9 കുട്ടികൾക്കും ിരിക്കുന്നത് ബദരീങ്ങളൊക്കെ വിട പറഞ്ഞു പോയതിന്റെ ശേഷം കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുത്തത് വിട പറഞ്ഞു പോയ ബദരീങ്ങളുടെ പേരാണ്. അതുകൊണ്ട് പേര് നല്ല ശുഭലക്ഷണമായിരിക്കണം എന്നർത്ഥം. ഹസൻ, അലി റളിയല്ലാഹു അൻഹുവിന് 1ാമത്തെ കുഞ്ഞാണ് ഹസൻ. ഈ കുട്ടി ജനിച്ച സമയത്ത് ഫാത്തിമ ബീവിയുടെ ഡെലിവറി കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു. ചോരപ്പൈ ഇങ്ങനെ പ്രവാചക തിരുമേനി ഫാത്തിമ
മാതുരനായ അമ്മോഷനായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പിതാവായ കുട്ടിയുടെ പാപ്പയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുഞ്ഞിന് പേരിട്ടത് എന്താ? കുഞ്ഞിന്റെ പിതാവാണ് എന്നിട്ടില്ലരുത്, അത് അവലക്ഷണമാണ്, അത് രക്തരൂക്ഷിതമായ വിത്തിന്റെ നാമമാണ്. അതുകൊണ്ട് പേര് മാറ്റണം. അലി അവന് ഹസൻ എന്ന് പേരിടണം. ഫാത്തിമാന്റെയും നിന്റെയും എന്റെയും മുഖച്ഛായയുള്ള സുന്ദരനായ പുത്രന് എന്തിനാണ് ഹർബി എന്ന് പേരിടുന്നത്? ആ പേരിനെ തിരുത്തണം അലി. അതുകൊണ്ട് സമ്മേതുഹു ഹസൻ, ഞാൻ അവന് സുന്ദരൻ എന്ന് പേരിട്ടിരിക്കുകയാണ്. ആ കുട്ടിയാണ് ചരിത്രം കണ്ട ഹസൻ റളിയല്ലാഹു അൻഹു. അൻതല്ലദീ താരിഫുൽ ബത്ഹാഉ എന്ന് പിൽക്കാലത്ത് ഏതൊരു കുട്ടിയെ പറ്റിയാണോ കവിത പാടപ്പെട്ടത്, ആ കവിതയുടെ ഉടമയാണ് സൈനുൽ ആബിദീൻ. ആ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ ജനിച്ചുപോയ പുത്രനാണ്. അതുകൊണ്ട് ഒരു കുട്ടിയുടെ സ്വഭാവം, ഒരു കുട്ടിയുടെ നാമം അത് പരമ്പരയെ കൂടി ബാധിക്കുന്നു എന്നാണ് ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്റെ വല്യപ്പാന്റെ പേര് ഹസൻ എന്നാണ് നബിയെ. ഹസൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉറച്ച ഭൂമി, തപിച്ച ഭൂമി, മുകളിൽ നിന്നൊരു മഴ ഇറക്കാൻ പറ്റാത്ത ഭൂമി, ഊഷരമായ ഭൂമി, തപിച്ചുപോയ ഭൂമി എന്നാണ് ഹസൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു പോയി, എന്റെ വല്യപ്പാന്റെ പേര് ഹസൻ എന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹസൻ എന്ന പേരിന്റെ അർത്ഥം ഊഷര ഭൂമി എന്നാണ്, കൃഷിക്ക് പറ്റാത്ത ഭൂമി എന്നാണ്, ഉറച്ചുപോയ ഭൂമി എന്നാണ്. അതുകൊണ്ട് നിന്റെ വല്യപ്പാന്റെ പേരിനെ മാറ്റണം. ആ വല്യപ്പാന്റെ അടുക്കൽ പോയി ഹസൻ എന്ന പേരിന് പകരം സഹ്ല് എന്ന പേര് സ്വീകരിക്കാൻ സൈദേ നീ നിന്റെ വല്യപ്പാന്റെ അടുക്കൽ പോയിട്ട് അഭ്യർത്ഥന നടത്തണം. ഇത് മുഹമ്മദിന്റെ അപേക്ഷയാണ് എന്ന് കൂടി പറയണം എന്നാണ്. അതുകൊണ്ട് ഹസൻ എന്ന പേര് മാറ്റി സഹ്ലി എന്നാക്കണം എന്ന് പരിശുദ്ധ തിരുമേനിയുടെ അപേക്ഷയുണ്ട് വല്യുപ്പ എന്ന്. വല്യുപ്പാന്റെ അടുക്കൽ പോയിട്ട് ഈ സ്വഹാബി പറഞ്ഞു അത്രേ. പിന്നെ ചരിത്രം പറയാൻ, കാർക്കശ്യക്കാരനായ ഈ വല്യുപ്പാത് മാറ്റാൻ സന്നദ്ധനായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും അതിന് സന്നദ്ധനല്ല, ഇത് എന്റെ വാപ്പ ഉപ്പാപ്പമാരായി വിട്ടുപോകുന്ന പേരാണ്, ആ പേരിനെ മാറ്റാൻ ഞാൻ ഒരിക്കലും സന്നദ്ധനല്ല. പിന്നെന്തുണ്ടായി? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പേരിനെ മാറ്റാൻ അദ്ദേഹം സന്നദ്ധനല്ലെങ്കിൽ മുഹമ്മദ് അതിനെ നിർബന്ധിപ്പിക്കുന്നില്ല. പിന്നെ ചരിത്രം പറയുകയാണ്, ആ മനുഷ്യന്റെ പരമ്പരയിലൂടെ കടന്നു വന്ന മക്കൾക്കെല്ലാം ആ കാർക്കശ്യം പിന്നെ പ്രകടമായി. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭയങ്കര പരിശുദ്ധയായിരുന്നു പിൽക്കാലത്ത് കാണാൻ സാധിച്ചിരുന്നത് എന്ന് മാത്രമല്ല, ആ കാർക്കശ്യം പിന്നെ ചരിത്രത്തിൽ ഉടനീളം അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പരമ്പരയിലൂടെ കടന്നു വന്ന സന്താനങ്ങളിൽ മുഴുവൻ പ്രകടമായി എന്ന് ചരിത്രം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഓരോ പേരിനും അർത്ഥം വേണം. ആ അർത്ഥം നല്ല കാര്യങ്ങളെ ധ്വനിപ്പിക്കണം. ആ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലാകും വേണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൻ ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഖാല, ഉമ്മു സലമത ഗുലാം, എന്റെ പെങ്ങളായ ഉമ്മു സലമക്ക് ഒരു കുട്ടി ഉണ്ടായി. ഫസമ്മൂഹു, അവരുടെ വീട്ടുകാരെല്ലാം കൂടി ആ കുട്ടിക്ക് പേരിട്ടു വലീദ്. വലീദ് എന്ന് പേരിട്ടു. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേര് അറിഞ്ഞു. നിന്റെ പേരെന്താണ്? കുട്ടിയെ പറ്റി ആളുകൾ പറഞ്ഞു
കുട്ടിയുടെ ബന്ധുമിത്രാദി ബന്ധുക്കളോട് ചോദിച്ചു, അല്ല ഇവനെ ഫിർഔനാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പൊ എന്താ ഖുർആന് പരാമർശിച്ച ഫറോവയുടെ കൂട്ടത്തിൽ ഇസ്ലാമിന് നിന്ന മതത്തെ സംഹരിക്കാൻ കടന്നു വന്ന ശത്രുക്കളുടെ കൂട്ടത്തിലെ ഒരു പ്രധാനിയാണ് വലീദ്. ആ വലീദിന്റെ പേരാണോ നിങ്ങൾ കുട്ടിക്ക് കൊടുത്തത്? അത് മാറ്റണം, അവലക്ഷണമാണ്. അതുകൊണ്ട് കുട്ടിക്ക് വലീദ് എന്ന പേര് വേണ്ട എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇടപെട്ടു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് ട്രെൻഡാണല്ലോ, അതുകൊണ്ട് പല പേരുകളും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കുട്ടിയൊക്കെ ഹിറ്റ്ലർ എന്ന് പേരിടോ? ഞാൻ ചോദിക്കട്ടെ, ഹിറ്റ്ലർ എന്ന പേര് ഇംഗ്ലീഷ് പേരാണ്, വേറെ ഏതെങ്കിലും മതക്കാരിടോ? കാരണം അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അത് നെഗറ്റീവ് മീനിങ് ആണ്, അത് നെഗറ്റീവ് എനർജിയാണ്. ആ എനർജി സമൂഹത്തിൽ മാത്രമല്ല കുട്ടിയുടെ വ്യക്തിത്വത്തിൽ പോലും പ്രദാനം ചെയ്യുന്നതാണ്. സഹാബികൾക്കിടയിൽ 2-3 പേരുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഖദിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, വിശുദ്ധ പ്രവാചക തിരുമേനി മദീനയിലേക്ക് കടന്നു വരികയാണ്. വലൈസ ഫീനാ റജുലിൻ ഇല്ലാ വലഹു ഇസ്മാനി ഔ സലാസതു അസ്മാ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുമില്ലായിരുന്നു, ഒന്നുകിൽ അയാൾക്ക് 2 പേര് അല്ലെങ്കിൽ 3 പേര്, ഇങ്ങനെ 2-3 പേരില്ലാത്ത ഒരാൾ പോലും പരിശുദ്ധ റസൂല് മദീനയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അറബികൾക്കിടയിലുള്ള ഒരു ശീലാണ്, ആപ്പിയമ്മിട്ട പേരിന്റെ കൂടെ പിന്നെ ഒരു വിളിപ്പേരുണ്ടാകും, പിന്നെ കൂട്ടുകാർ കൊടുക്കുന്ന ഒരു പേരുണ്ടാകും, പിന്നെ സമുദായം കൊടുക്കുന്ന ഒരു പേരുണ്ടാകും, കുഞ്ഞത്ത്, ലഖബ്, ഇങ്ങനെ പല പേരുകളിലൂടെയും അറിയപ്പെടാറുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ട് പല പേരുകളും, സെക്കൻഡ് പ്രതി പേരുകൾ കൊടുക്കാറുണ്ട്. അത് നല്ല എനർജി കൊടുക്കുന്നതാണെങ്കിൽ പേരുടെ ഓമന പേര്, വീട്ടിൽ വിളിക്കാനുള്ള പേര്, ആ കുട്ടിക്ക് മനോവിഷമമുണ്ടാക്കുന്ന പേര് ഒരു പിതാവും ഇടരുത്, ഒരു മാതാവ് ഇടാൻ പാടില്ല. ഓമനപ്പേര് എന്ന് പറഞ്ഞാൽ ഓമനത്തം കൊടുക്കാനുള്ളതാണ്, അത് വക്രീകരിക്കപ്പെടാൻ പാടില്ല. പിൽക്കാലത്ത് ആ കുട്ടി എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് ആ കുട്ടിന്റെ ആ പേര് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു ഇൻസിഡന്റ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഓമനപ്പേരുകൾ വരെ വക്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പേരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഏത് സാമുദായിക വിഭാഗത്തോടും താദാത്മ്യം പ്രാപിക്കാൻ വേഷവിധാനങ്ങളിലൂടെ, പേരുകളിലൂടെ നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കാൻ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പുതിയ പാസ്പോർട്ടുകള്, പുതിയ ആധാർ കാർഡുകള്, പുതിയ ഇലക്ഷൻ കാർഡുകള്, ഇതൊക്കെ നോക്കിയിട്ട് ഈ കുട്ടി ഏത് മതക്കാരനാണ് എന്നൊരു മുസ്ലിം കുട്ടിയെ പറ്റി പോലും തീരുമാനിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് നമ്മുടെ മക്കളുടെ ഒക്കെ പേരുകൾ വക്രീകരിക്കപ്പെട്ടില്ലേ? ആരാ അതിന്റെ ഉത്തരവാദികൾ? അതുകൊണ്ട് ചില ആളുകൾക്ക് ചില നാട്ടിൽ ചില പേര് കൊടുക്കാറുണ്ട്, അത് അവരുടെ സ്വഭാവം വെച്ചിട്ടുള്ള പേരേക്കാരം, അവരുടെ ജോലി സംബന്ധമായ പേരേക്കാരം. ആ മനുഷ്യൻ അത് ഇഷ്ടപ്പെടുന്നില്ലേ, ആ പേര് വിളിക്കൽ ഹറാമാണ്. മതത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ചിരിക്കുകയാണ് അലാ തഹരീമി തൽഖീബിൽ ഇൻസാനി ബിമാ യക്റഹ്, മനുഷ്യൻ വെറുക്കുന്നതായ പേര് കൊണ്ട് ഓമന പേരിട്ടിട്ട് ടൈറ്റ് പേരിട്ടിട്ട് ഒരാളെ വിളിക്കൽ ഹറാമാണ് എന്ന് പരിശുദ്ധവാനായ നബവി ഇമാം തങ്ങള് നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബവി ഇമാം പറഞ്ഞ ആ വാക്ക് പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആളുകളും പരമാവധി ഈ സദസ്സിലേക്ക്, സഹചാരിയുടെ റിലീഫ് സെല്ലാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, സഹചാരി കൂടെ നടക്കുന്നവൻ, കൂടെ സഞ്ചരിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വാക്ക് ധ്വനിപ്പിക്കുന്ന അർത്ഥം പോലെ തന്നെ ഒരു വലിയ അർത്ഥം അതിലുണ്ട്. SKSSFന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, എന്റെ സുഹൃത്ത് ശംഷീറിലൂടെയും മറ്റു പ്രവർത്തകരിലൂടെയും ഒക്കെ തന്നെ ഇവിടത്തെ SKSSFന്റെ സഹചാരി വിങ്ങിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. വിശാലമായ പന്തല്, മഴ പെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, മഴക്കാലമാണ്, എപ്പോഴും മഴ പെയ്യാൻ സാധ്യതയുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് വിഷമാവരുത്, അവര് പ്രയാടാനില്ല. ഇവിടെ സടകർ നേരത്തെ കൂട്ടി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എത്ര സംവിധാനം, വളരെ ശാസ്ത്രീയമായി സംവിധാനിക്കപ്പെട്ട കുറ്റമറ്റ രീതിയിലുള്ള ബൃഹത്തായ ഒരു മട്ടുപ്പാവ്, ഒരു മച്ച് നമ്മൾക്ക് തലക്ക് മുകളിൽ വളരെ നിർഭയമായി ഇവിടെ ഇരിക്കാനുള്ള ഒരു സാങ്കേതിക തികവോടുകൂടെ
ഇവർ സജ്ജീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രവർത്തകന്മാരുടെ ഉറക്കൊഴിഞ്ഞ അക്ഷീണ പ്രയത്നങ്ങൾ ഈ സംരംഭത്തിന്റെ പിന്നിലുണ്ട്. അവരെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അള്ളാഹുവേ SKSSF-ന്റെ ഞങ്ങളുടെ സംഘാടക സുഹൃത്തുക്കൾക്ക് അള്ളാഹുവേ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. വിഖായയുടെ വളണ്ടിയേഴ്സ്, SKSSF-ന്റെ സഹചാരിയുടെ പ്രവർത്തകന്മാർ, ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ, അള്ളാഹുവേ അവര് ക്ഷീണിച്ചാൽ ഈ നാട് ക്ഷീണിക്കുന്നത് അവര് ക്ഷീണിച്ചു പോയാൽ ഈ നാട് ക്ഷീണിക്കും. ഇങ്ങനെ ഒരു പണി കോമിലേക്കാനുണ്ട് ടെസ്റ്റ് എത്തിച്ചു കൊടുക്കാൻ, അവശരായിരിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാൻ, ആലംബഹീനന്റെ വേദനകളുള്ള സന്ദേശങ്ങളാണ് SKSSF-ന്റെ വിശിഷ്യ സഹചാരിയുടെ പ്രവർത്തകന്മാർ സമുദായത്തിന്റെ മധ്യ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിന് ഒരു കാര്യം, ഇന്ന് 3 ദിവസത്തെ പ്രഭായിൽ നാളാദരണീയനായ ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, ദാറുൽ ഹുദ കുടുംബത്തിലെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ, ബഹുമാന്യനായ സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദ് അവർകൾ നാളെ നമ്മുടെ സദസ്സിലേക്ക് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വരികയാണ്. മറ്റന്നാൾ ബഹുമാന്യനായ മുസ്തഫ ഹുദവി ആക്കോടവറുകൾ നമ്മുടെ പ്രഭാഷണത്തിന്റെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ 3 ദിവസത്തെ പ്രഭാഷണ പരിപാടികളിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സഹചാരിയുടെ പ്രവർത്തനങ്ങള് ആവേശഭരിതമായ ജൈത്രയാത്ര തുടരണം. ആ പ്രവർത്തനം ഈ നാടിന്റെ കണ്ണീരപ്പണം. നമ്മുടെ പ്രവാസിയുടെ സഹായം നമുക്ക് വരണം. പ്രവാസിയുടെ പ്രാരാബ്ധങ്ങൾ നീങ്ങണം. ഗൾഫിന്റെ പച്ചപ്പ് പോയാൽ നമ്മുടെ നാടിന്റെ പച്ചപ്പ് പോയി. അതുകൊണ്ട് മത, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ സഹചാരി റിലീഫ് സെല്ലിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സുമനസ്കരായ ഒരുപാട് ആളുകളെ സമീപിച്ചപ്പോ അവരൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്ക് ദുആ ചെയ്യണം. പ്രാർത്ഥനയാണ് കരണീയം. ദുആ പ്രതീക്ഷിച്ചതാണ് ഇത്തരം സദസ്സിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ആണും പെണ്ണുമായി ഒരുപാട് ആളുകളുടെ ഇത്തരം സദസ്സുകൾ. ഇതിന്റെ അവസാനം അല്ലാഹുവിനോട് വാങ്ങേണ്ടത് വാങ്ങി, ചോദിക്കേണ്ടത് ചോദിച്ചിട്ട് വേണം നമുക്ക് പിരിഞ്ഞു പോകാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പ്രസംഗത്തിന്റെ ഇടയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് സഹചാരി റിലീഫ് സെല്ല് അഥവാ ആംബുലൻസ് വാങ്ങണം, വളരെ നല്ല ക്രിയേറ്റിവിറ്റിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആക്റ്റീവായ പടയണി അഥവാ ഒരു കേഡർ സംവിധാനമുള്ള ഒരു വിങ്ങിനെയാണ് സഹചാരി റിലീഫ് സെല്ലിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത്. എല്ലാ ആവശ്യങ്ങളിലേക്കും ഈ നാട്ടിലെ മതരാഷ്ട്രീയ കക്ഷി ഭേദമന്യേ അവശത അനുഭവിക്കുന്ന എല്ലാ ആളുകളിലേക്കും സഹായം എത്തിക്കാനുള്ള കേഡർ സംവിധാനമുള്ള ഒരു വിങ് നമ്മുടെ നാട്ടിൽ ഇന്ന് മുതൽ ആക്റ്റീവാകാൻ പോവുകയാണ്. അപ്പൊ അവർക്ക് അവരുടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വളരെ അടിയന്തരമായ ചില സാധനങ്ങൾ ആവശ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വീൽ ചെയർ. 15 വീൽ ചെയറുകൾ അടിയന്തരമായി നമ്മുടെ സഹചാരി റിലീഫ് ഫണ്ടിലേക്ക് നിർബന്ധമായും നമുക്ക് നമ്മുടെ പ്രവർത്തകന്മാർക്ക് അത്യാവശ്യമായി വന്നിട്ടുണ്ട്. ഒരു വീൽ ചെയറിന് ഏകദേശം 6000 രൂപ. അതിന് നല്ല പെർഫോമൻസുള്ള, അത്യാവശ്യം ഡാമേജ് ഒന്നും പെട്ടെന്ന് വരാത്ത കണ്ടീഷനുള്ള ഒരു വീൽ ചെയർ വാങ്ങാൻ 6000 രൂപ വരും. അങ്ങനെ 6 വീൽ ചെയറിൽ പങ്കാളിത്തം വഹിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ദുആ ചെയ്യണം. അങ്ങനെ പല ആളുകളും പല ലക്ഷ്യങ്ങളും വെച്ചിട്ട് തന്നെ വേണം. ഇത് വലിയൊരു ഉദ്യമമാണ്. ഈ ഉദ്യമത്തെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. നാളെ ഒരാള്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ, ഞാൻ പറയാം, അവശത അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടാൽ കഴിഞ്ഞാലേ അവസ്ഥ. അപ്പൊ കൂടുള്ളവര് വേണം. ജനിച്ചപ്പോ കുളിപ്പിച്ച നമ്മൾ കുളിച്ചൊക്കെയല്ല, നമുക്ക് പേരിട്ടത് നമ്മളല്ല, ഡ്രസ്സ് ധരിപ്പിച്ചത് നമ്മളല്ല, നമ്മളെ പേര് വിളിക്കുന്നത് നമ്മളല്ല. എന്താ നമ്മളായിട്ട് ചെയ്യേണ്ടത്? നമുക്ക് ഭക്ഷണം തരുന്നത് നമ്മളല്ല, നമ്മളായിട്ടൊന്നും ചെയ്യണില്ല. അവസാനം പോയി കടന്നു കൊടുക്കുമ്പോഴും കുളിപ്പിക്കുന്നത് നമ്മളല്ല, ഖബറിൽ പോയി കിടക്കുമ്പോൾ അത് വെക്കുന്നത് നമ്മളല്ല. ഇങ്ങനെ എല്ലാം പരസഹായത്തോടു കൂടെയാണ്. ആ പരസഹായം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യ
നീ പരസഹായത്തിലൂടെ മാത്രം മുന്നോട്ട് പോകേണ്ടവനാണ്. അത് എത്ര വലിയ തമ്പുരാനായാലും ശരി, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. അല്ലേ? സൂപ്പർ സ്റ്റാർ, ജനപ്രിയ നടൻ എന്നല്ലേ ദിലീപിന് സമൂഹം പേര് കൊടുത്തത്? ഒരു നാട് മുഴുവൻ കൊടുത്ത പേരാണ്. ഒരു പെണ്ണിന്റെ പേരിൽ ഇന്ന് ദിലീപ് എവിടെയാണ് കിടക്കുന്നത്? BMW കാറിലൂടെ, ഓഡി കാറിലൂടെ, ഓൾസ് റോയ്സ് കാറിലൂടെ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിരിക്കുന്ന സൗകര്യങ്ങളുള്ള ഭവനങ്ങളിൽ നിന്ന്, മട്ടുപ്പാവുകളിൽ നിന്ന് അടുത്ത ഭവനങ്ങളിലേക്ക് ചേക്കേറിയ ദിലീപ്, എല്ലാം പ്രൗഢിയോടുകൂടെ ആസ്വദിച്ച ദിലീപ് നായക പരിവേഷം മാറ്റിവെച്ച് ഇന്ന് പ്രതിയുടെ പരിവേഷത്തിലാണ്. ആ നായകൻ വന്നപ്പോ ആർപ്പുവിളികളെ കൊണ്ട് ആരാധകർ സദസ്സിനെ വീർപ്പ് മുട്ടിച്ചപ്പോ, ഇന്നലെ കണ്ണൂരിലെ, തൃശൂരിലെ തെളിവെടുപ്പിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പം നായകന് എതിരെ ആക്രോശിക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിച്ചത്. താരപരിവേഷം പോയി. ശീതീകരിച്ച റൂമിൽ മിനുമിനുത്ത കമ്പിളിപ്പുതപ്പിൽ ശയ്യ കൊണ്ട ദിലീപ് ഈ ദിവസങ്ങളിലൊക്കെ ശയ്യ കൊള്ളുന്നത് എവിടെയാണ്? ആലുവയിലെ സബ് ജയിലിൽ മൂട്ടയുടെയും കൊതുകിന്റെയും കടികൊണ്ടിട്ടാണ്. താരപരിവേഷത്തോടുകൂടെ, താരനക്ഷത്രങ്ങളുടെ കൂടെ ജീവിതം വേദിയിൽ നിന്ന് വേദിയിലേക്ക് പോയവൻ ഇന്ന് കിടക്കുന്നത് പിടിച്ചു പറിക്കാരുടെ കൂടെയാണ്. അങ്ങോട്ട് തിരിഞ്ഞാൽ കൊള്ളക്കാരൻ, ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ സ്മഗ്ലിംഗ് നടത്തിയവൻ. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ഈ സൂപ്പർ സ്റ്റാർ ഇപ്പൊ കഴിയാണ്. അപ്പോ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ ഒക്കെ അനുഭവിക്കാൻ. ഇതെല്ലാവർക്കും ഒരു പാഠാണ്. സ്വന്തം കാര്യങ്ങളിൽ അഭിരമിച്ച് മറ്റുള്ളവനെ മറക്കുന്നതിന്റെ മുമ്പിൽ, ഇതിന്റെ മുമ്പുള്ള ഒരു സോൾഡ് എവിഡന്റ് ആയിരുന്നു ചന്ദ്രബോസിന് സ്വന്തം, അത് പാമ്പിന്റെ തോല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട 7 ലക്ഷം രൂപയുള്ള ഷൂ. ആ ഷൂ കൊണ്ടാണ് ചന്ദ്രബോസിനെ രാത്രി 2:30 മണിക്ക് ശോഭ സിറ്റിയുടെ സെക്യൂരിറ്റിക്കാരനായ, പാറാവുകാരനായ, ഗേറ്റ് കീപ്പറായ ദരിദ്രനാരായണനായ ചന്ദ്രബോസിനെ സമ്പത്തിന്റെ ബളബളപ്പ് കൊണ്ട് നിസാം ചവിട്ടിക്കൊന്നത്. വാഹനം പിടിപ്പിച്ചു, പിന്നെ നെഞ്ചത്ത് ചവിട്ടി, അടിവയറ്റിന് ചവിട്ടി. ആ ചവിട്ടിയ കാലേറ്റ് പിന്നെ ചന്ദ്രബോസിന്റെ കൊലയാളിയായ നിസാം പോയി കിടന്നത് കണ്ണൂരിലെ സെൻട്രൽ ജയിലിലാണ്. കാപ്പ ചുമത്തിയിട്ട് നിസാം അവിടെ കിടക്കണം എന്ന് നിയമപാലകന്മാരും കോടതിയും നീതിപീഠവും തീരുമാനിക്കുകയാണ്. അതാണ് 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ഇപ്പൊ സിനിമാനടനായ ദിലീപ് തന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു പോകുന്നുണ്ടാകും, എന്റെ ഓരോ സിനിമകളും പുറത്തിറങ്ങിയപ്പോ എന്റെ സിനിമ കാണാൻ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിന്നിട്ട് എന്റെ ആരാധകരുടെ ലിസ്റ്റിലേക്ക് ചേക്കേറിയ ആരാധക വൃന്ദം എവിടെ പോയി? പോകുന്ന സ്ഥലത്തെല്ലാം തെറി അഭിഷേകങ്ങളാണ്, പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൂക്കി ആർപ്പുകൾക്ക് പകരം തെറി അഭിഷേകങ്ങളാണ് ഏറ്റത്. അതൊരു മനുഷ്യൻ ജീവിതത്തിലൂടെ പഠിക്കേണ്ട പാഠമാണ്. അതൊരു മുദ്രയായി, ഒരു ഞെട്ടലായി കരുവാന്റെ ആലയിൽ അടുത്ത് താമസിക്കുന്ന കൊല്ലന്റെ പണിയായുധത്തിന്റെ പരിസരത്തുള്ള മുയലിനെ പോലെ ഓരോ മുട്ടിനും ഞെട്ടേണ്ട ഗതികേട് ഇത്തരം ആളുകൾക്കുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ സെൻകുമാർ അതിൽ പെട്ടതാണ്. മുസ്ലിം ജനസംഖ്യാ വർധനവിന്റെ പേരിൽ ശ്വാസം മുട്ടിയ ഒരു DGP കേരളത്തിലുണ്ടായിരുന്നു അത്രേ. ദാറ്റ് ഈസ് വാട്ട് ഈസ് സെൻകുമാർ. എന്തോ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടായിരുന്നത്. കളം സുത്തുന്നണ പണിയിലാണ് സെൻകുമാർ. അല്ലേ? മുസ്ലിങ്ങളെ ഒരു വിഭാഗത്തെ മാത്രം ഈ രീതിയിൽ ഒറ്റപ്പെടുത്താൻ നിയമത്തിന്റെയും IPS പവറിന്റെയും ഒക്കെ ശക്തി പിടിച്ചിട്ട് കടന്നു വരുന്ന നിയമപാലകന്മാര് തന്നെ രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സ്പ്ലിറ്റിംഗ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. 4 പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല. അബ്ദുൽ നാസർ മദനി 17 വർഷമായി താൻ ചെയ്ത തെറ്റെന്തെന്ന് പോലും ഇന്നും വ്യക്തമായും അറിയാൻ ഒരു സംവിധാനമില്ലാതെ ജയിലിൽ കഴിയുകയാണ്. പരപ്പയിലെ ബാംഗ്ലൂരിലെ ജയിലിൽ കഴിയാൻ.
അബ്ദുൽ മാതിരിക്ക് വേണ്ടി ഒരു താരസംഘടനയും ഒരു അമ്മയും ഒരു ഫെഫ്കയും ഒരു ചുക്കുണ്ടാക്കിയിട്ടില്ല, ഒരു മിണ്ടിയിട്ടില്ല. ഇപ്പൊ കൊതുകിന്റെ കടിയും കൊതുകിതിരെ അന്വേഷിച്ചിട്ടുള്ള പാച്ചിലും പരക്കം പാച്ചിലും 2 ദിവസം ജയിലിൽ കിടന്നപ്പോ അസ്വസ്ഥത പ്രകടിപ്പിച്ച നടൻ 17 കൊല്ലം ചെയ്തുപോയ തെറ്റെന്തെന്ന് പോലും അറിയാതെ ഒരു ജയിലിൽ കിടക്കുന്നുണ്ട്. നീതിപീഠത്തിന്റെ ബലിയാടിനെ പോലെ അത് തിരിച്ചറിയണം. പുതിയ രാജ്യം നവലോകത്തിന്റെ മുമ്പിൽ മനുഷ്യന്മാർക്കിടയിൽ വിവേചനം സൃഷ്ടിക്കപ്പെടുന്നത് ന്യായമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ എല്ലാ ആൾക്കാർക്കുള്ളൊരു പാഠാണ്. അതൊരു മുദ്രയായി അവശേഷിക്കട്ടെ എന്നാണ് ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോ പതിതന്റെ കൂടെ, പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാനുള്ള ഒരു വിശാലമായ സന്ദേശം സഹചാരിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് നമ്മുടെ നാടിന്റെ മുമ്പിലേക്ക് പ്രദാനം ചെയ്യുമ്പോ അതിനെ ഏറ്റെടുക്കൽ നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ കർത്തവ്യമാണ്. നമ്മൾ ഇത് ഏറ്റെടുത്തേ തീരൂ. അതുകൊണ്ട് 6000 രൂപയാണ് ഒരു വീൽ ചെയറിന് വില വരുന്നത്. അങ്ങനെ 15 വീൽ ചെയർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംഘാടകരുണ്ട്, വിൽക്കായയുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരുടെ അടുക്കൽ നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങളാൽ കഴിയുന്ന ഒരു എന്തെങ്കിലും ഒരു ഉദാരമായിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ സഹചാരി ഇന്ന് തുടങ്ങാൻ ഈ പറക്കുന്ന സന്താനത്തെ പുഷ്ടിയുള്ളതാക്കി തീർക്കൽ നമ്മുടെ കർത്തവ്യമാണ്. പിന്നെ അടുത്തത് വാട്ടർ ബെഡാണ്. 10 നമുക്ക് ആവശ്യമാണ്. ഒരു വാട്ടർ ബെഡിന് ഇപ്പം നമുക്കറിയാം പല വിധത്തിലുള്ള രോഗങ്ങളാണ്. കിഡ്നി അടിച്ചു പോകുന്നത് എപ്പോഴാണെന്ന് ആരും അറിയുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ക്ഷീണം, ഒരു കോണി കയറുമ്പോ ഒരു കതപ്പ്, കാലിനൊരു നീര്, നോക്കുമ്പോ എന്താണെന്ന് അറിയില്ല, ഒരു അസ്വസ്ഥത. യൂറിൻ ടെസ്റ്റ് ചെയ്യണം. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി, ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി, റിസൾട്ട് ഈസ് പോസിറ്റീവ്. വാട്ട് എ പിറ്റി. എന്തോ ഒരു കഷ്ടപ്പാടാണ്. പെട്ടെന്ന് രോഗിയാകുന്ന അവസ്ഥ, നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കിടക്കേണ്ട അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെ വളരെ വിഷമകരമായ അവസ്ഥയാണ്. ഊർജസ്വരനായി നടന്നവൻ പിന്നെ എവിടെയാണ്? വാട്സപ്പിൽ വാർത്ത, ഫേസ്ബുക്കിൽ വാർത്ത, ട്വിറ്ററിൽ വാർത്ത. നമ്മുടെ സഹൃദയൻ 2 കിഡ്നിയും ഫെയിലറായിട്ട് കിടക്കുകയാണ്. അൽഹംദുലില്ലാ, നല്ല സന്ദേശം പോലെ ഒരു വീൽ ചെയറിലേക്ക് 6000 രൂപ ഒരു സഹോദരൻ, നല്ല സന്മനസ്കനായ ഒരു സഹോദരൻ. ഇതൊരു നല്ല സ്റ്റാർട്ടിംഗ് ആണ്. അല്ലാഹുവേ, അദ്ദേഹം ഈ സംഭാവനയെ കൊണ്ട് ഈ സദസ്സിന് നല്ല സന്ദേശം പ്രദാനം ചെയ്തിരിക്കുകയാണ്. ആ വീൽ ചെയറിന്റെ ചക്രം എത്ര രോഗികളെ കൊണ്ട് ആതുരാലയങ്ങളിൽ നിന്ന് ക്ലിനിക്കുകളിലേക്ക് സഞ്ചാരം നടത്തുന്നുണ്ടോ, അല്ലാഹുവേ, അതിന്റെ വെച്ചടി പുണ്യങ്ങൾ ആ സഹോദരന് പ്രദാനം ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് കൂടി അതിൽ മുതൽ കൂട്ടാക്കി കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആർക്ക് വേണ്ടിയാണ്? അജയ്യമായ സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നല്ല നീയത്തോടുകൂടെ പരിശുദ്ധ റസൂല് പഠിപ്പിച്ച പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഒരു സഹചാരി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി ആ പാവങ്ങൾക്ക് വേണ്ടി പൊരുതാൻ, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, പാവങ്ങൾ ആതുരാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും നാളെ അവശരായി കിടക്കുമ്പോ നമ്മുടെ കയ്യിന്റെ തോളത്ത് ഒരു കരമ്പെന്ന് സ്പർശിക്കുമ്പോ ആരാടാ സഹോദരാ നീ എന്ന് നമ്മളറിയാതെ ഉറ്റവർ ഉടയവർ തിരിഞ്ഞു നോക്കാനില്ലാത്ത സന്ദർഭത്തിൽ ചോദിക്കുമ്പോ വോളണ്ടിയേഴ്സിന്റെ ബാഡ്ജ് അണിഞ്ഞ ഒരു സഹോദരൻ നമ്മളോട് പറയും, ഞാൻ സഹചാരിയുടെ മെമ്പറാണ്. അൽഹംദുലില്ലാ, മറ്റൊരു സഹോദരൻ കൂടി ഒരു വീൽ ചെയർ സംഭാവന ചെയ്തിരിക്കുന്നു. വരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, വരട്ടെ. ഇതെന്തിനാണ്? നമ്മൾ ഖബറിൽ നാളെ സ്വസ്ഥായിട്ട് കിടക്കുമ്പോ, നാളെ രോഗിയായി കിടക്കുന്ന ആൾ ഇവിടെ സ്വസ്ഥായിട്ട് കിടക്കണം എന്നുള്ള 2 നീയത്തിനാണ്. ഇവിടെ ഒരു രോഗി നമ്മളെ കൊണ്ട് ആ സ്വസ്ഥത ആസ്വദിക്കുമ്പോ ഇത് കൊടുത്തതിന്റെ പേരിൽ നാളെ ഖബറിൽ നമ്മൾ സ്വസ്ഥത ആസ്വദിക്കാൻ. ആകെ 60-70 കൊല്ലത്തെ ജീവിതം, ആ ജീവിതത്തിന്റെ ഇടയിൽ എത്ര പോരാട്ടങ്ങള്, അതിനല്ലേ ഈ സമ്പാദ്യങ്ങൾ മുഴുവൻ. ആ വേളയിൽ നമ്മളൊക്കെ പോയി കിടക്കുമ്പോ പടച്ചോനെ നല്ലൊരു മരണം കിട്ടണം, നല്ലൊരു ഖബർ കിട്ടണം, ആ ഖബർ ജീവിതം നന്നാകണം. പിന്നെയാണ് എന്റെ ജീവിതം തുടങ്ങുന്നത്. റബ്ബേ, അല്ലാഹുവേ, ഈ ചെയ്തി വെറുതെയാക്കല്ല റബ്ബേ എന്ന നീയത്തോടുകൂടെ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഒന്ന് രംഗത്തേക്ക് ഇറങ്ങുക. ഇത് നമ്മുടെ കൂട്ടർക്ക്, ആർക്ക്? നമ്മുടെ സഹോദരനുള്ളതാണ്, നമ്മുടെ അയൽവാസികളുള്ളതാണ്, നമ്മുടെ നാട്ടുകാരനുള്ളതാണ്. മതം നോക്കാതെ, ജാതി നോക്കാതെ മനുഷ്യനെ സഹായിക്കാനുള്ളതാണ്. അൽഹംദുലില്ലാ, 3ാമതായി ഒരു വീൽ ചെയർ കൂടി വന്നിരിക്കുകയാണ്.
അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വരട്ടെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഏറ്റെടുക്കൂ. നിങ്ങളുടെ കപ്പാസിറ്റി നമ്മളാരും പ്രസ് ചെയ്യല്ല. പക്ഷേ ഈ ഒരു കണ്ടറിവുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട സഹൃദയന്മാർ ചെയ്യുന്ന ഈ നീതിദായകമായ സംരംഭത്തോട് നിങ്ങൾ കാണിക്കുന്ന ഈ കണ്ടറിവ്, അത് മറ്റൊരു സഹചാരി റിലീഫ് സെല്ല് രൂപീകരിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മൗത്തുൽ ഫുജിയ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മരണം. വാഫി വിദ്യാർത്ഥി ഉസൈദ് വളാഞ്ചേരി കാവുംപുറം സ്വദേശിയാണ്. ഈ ഗർഭശരീരത്തിൽ നാട്ടിൽ പോയ കുട്ടിയാണ്. ആലിയ ഘട്ടത്തിലെ പരീക്ഷ നടന്നു. ആലിയ സാലിസയിലെ റിസൾട്ട് പുറത്തു വന്നപ്പോ 1ാം റാങ്കുകാരൻ, വാഫിയുടെ സംസ്ഥാന തലത്തിലെ 1ാം റാങ്കുകാരൻ മരിച്ചുപോയ ഉസൈറാണ്. അള്ളാഹുവേ, ഉസൈറിന്റെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കോണിങ്ങനെ ഇറങ്ങി വരികയാണ്. അതിന്റെ ഇടയിലൊന്ന് വീണു. വീഴ്ചയിൽ എന്തോ അപകടകരമായി സംഭവിച്ചു. ഓൺ ദി സ്പോട്ട് മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട അനുജ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ജാബിർ ഹുദവി, ബഹുമാനപ്പെട്ട SKSSFന്റെ സംസ്ഥാന സാരഥി സുബൈർ ഹുദവിയുടെ സഹോദരൻ ജാബിർ ഹുദവി ഈ അടുത്താണ് നമ്മളോട് വിട പറഞ്ഞു പോയത്. ഒരു വയസ്സ് പോലും എത്താത്ത പൊന്നുപുത്രന്റെ പിതാവാൻ. ആ കുട്ടിയെ ഇട്ടേച്ചിട്ടാണ് ജാബിർ ഹുദവി ലോകത്തോട് വിട പറഞ്ഞു പോയത്. അള്ളാഹുവേ, നീ ആ സഹോദരന്റെ ഖബറിലേക്ക് ഇതിന്റെ മിഥിലി സവാബി എത്തിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെട്ടെന്ന് മരണം. എന്റെ സുഹൃത്ത് അൻവർ ഹുദവി, മുഹിയുദ്ദീൻ ഹുദവിയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ പ്രിയപ്പെട്ട സിദ്ദീഖ്, എത്ര പെട്ടെന്നാണ്. ഒരു രാത്രി കടക്കാൻ പോയതാണ്. വിഖായയുടെ വളണ്ടിയറാണ്. SKSSFന്റെ നാട്ടിലെ സജീവ പ്രവർത്തകനാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ട പോപ്പുലറാണ്. ആ സഹോദരനാണ് ഒരു രാത്രി ഉറങ്ങാൻ കടന്നുപോയതാണ്. സൈലന്റ് അറ്റാക്ക് എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, മടവൂരിൽ CM സെന്ററിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നോമന പുത്രൻ. ആ കുട്ടി സ്കൂളിലേക്ക് 2 മാസമായിട്ടുള്ള CM സെന്ററിൽ വന്ന് ചേർന്നിട്ട് ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനായ ആള് വന്നിട്ട് കുട്ടിക്ക് വയറ്റിന് കുത്തി മലർത്തി. ആ കുട്ടിയുടെ മയ്യത്ത് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവേ, നീ ആ കുടുംബത്തിന് സമാധാനം പ്രദാനം ചെയ്യണേ അല്ലാ. എത്ര ദാരുണമാണ് ഈ അന്ത്യമൊക്കെ. ഒരു മനോവൈകല്യമുള്ള ആളാണോ, ഇനി മനോവൈകല്യം പ്രകടിപ്പിക്കുന്ന ആളാണോ എന്നറിയില്ല. ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? തന്റെ കൃത്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ സന്നദ്ധനാകാത്ത കുഞ്ഞിനോടുള്ള വൈര്യം കാരണം കത്തിയെടുത്തിട്ട് 8ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ അടിവയറ്റിന് കുത്തി മലർത്തി കൊന്നു. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. അള്ളാഹുവേ, ആ പൊന്നുമോന് നീ മൗഫറത്ത് നൽകണേ അല്ലാ. ഒരു കാരണവുമില്ലാതെ ശരീരത്തെ പോസ്റ്റ്മോർട്ടത്തിന്റെ പേരിൽ കീറിമുറിക്കേണ്ടി വന്നു. അള്ളാഹുവേ, ആ ദാരുണമായ പരിതസ്ഥിതിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ ളെയും മുറ്റവരെയും ഉടയവരെയും ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് കാത്തു രക്ഷിക്കണേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരിനി ദുആ ചെയ്യാൻ അഭ്യർത്ഥന നടത്തിയാലും ശരിയില്ലെങ്കിലും ശരി, ദുആ ചെയ്യൽ ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന രീതിയിൽ അല്ലാഹുവേ ഞങ്ങളുടെ ഏറ്റെടുത്തിരിക്കുകയാണ് തമ്പുരാനെ. പണം കൊണ്ട് അവർ ഞങ്ങളെ സഹായിക്കുമ്പോ വീൽ ചെയറുകളും സാധന സാമഗ്രികളും നൽകി അവർ ഈ സഹചാരി SKSSFന്റെ പടനായകന്മാരെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ സഹായിക്കുമ്പോ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് പ്രാർത്ഥന കൊണ്ട് തിരിച്ച് അവരെ സഹായിക്കുകയാണ്. അല്ലാ, ഈ സഹായത്തെ വെറുതെ ആക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ പ്രത്യുത്തരം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, 5ാമതൊരു വീൽ ചെയർ കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഫമറ, 1000 വട്ടം സ്തുതിച്ചാലും മതിയാകൂല തമ്പുരാനെ. ഇതേറ്റെടുത്ത സദസ്സാണ് സാക്ഷി. സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അത് നൽകിയ സഹോദരന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ. സഹോദരിമാരുടെ ഭാഗത്ത് ആളുകൾ ഉണ്ടാകും, ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ ഉമ്മമാരെ, നമ്മൾ ഏറ്റെടുക്കണം. കാരണം നിങ്ങൾക്ക് നാളെ ഈ വിഷയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയൂലെങ്കിൽ ആ ഇറങ്ങി പ്രവർത്തിച്ച അതേ പുണ്യം നാളെ റബ്ബ് നിങ്ങൾക്ക് തരാൻ പോകാൻ. ഇന്ന് നിങ്ങൾ ഇതിലേക്കൊരു സംഭാവന കൊടുക്കുന്നതിലൂടെ അടുത്തത് ആവശ്യമായത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. 3200 രൂപ ഒരു എണ്ണത്തിന് വില വരുന്ന 10 വാട്ടർ ബെഡ് നമുക്ക് ആവശ്യമുണ്ട്.
10 വാട്ടർ ബെഡ്, ഒരെണ്ണത്തിന് 3200 രൂപയാണ് വില. വാട്ടർ ബെഡ് പറഞ്ഞാൽ ഇപ്പൊ രോഗികളൊക്കെ വളരെ ഓൾഡ് ഏജിലേക്ക് പോയ, ഏജ് ഓവർ ആയി പോയ പല രോഗികളും പല വീടുകളിലുണ്ട്. അപ്പൊ അവരെയൊക്കെ സഹായിക്കാൻ നമുക്കിത് വളരെ അത്യാവശ്യമായിട്ട് വരും. തൊലി പൊട്ടിപ്പോവുക, സ്കിന്ന് പൊട്ടി ഒലിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വാട്ടർ ബെഡ് ഈ ക്ലിനിക്കൽ മേഖലയിലെ ഒരു അടിയന്തര അവിഭാജ്യ ഘടകമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ വീൽ ചെയർ ഏതായാലും കംപ്ലീറ്റ് ആയി. 6ാമതായി മറ്റൊരു പ്രവാസി കൂടി നമുക്ക് വീൽ ചെയർ ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രവാസികളൊക്കെ ഞങ്ങളെ ഏത് രീതിയിലും സഹായിക്കുന്നുണ്ട്. മനസ്സുകൊണ്ടവർ ഇവിടെയാണ്, ശരീരം കൊണ്ട് പ്രവാസ ലോകത്താണെങ്കിലും കടൽ കടന്ന് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തത്രപ്പാട് പെടുന്നതിന്റെ ഇടയിൽ നാടിനെ മറക്കാത്ത, സമസ്തയെ മറക്കാത്ത, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ മറക്കാത്ത, ഈ സുന്നി പടയണിയെ മറക്കാത്ത ഒരുപാട് പ്രവാസികൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. അല്ലാഹുവേ നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പഠിച്ചോനെ തമ്പുരാനെ, അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വാട്ടർ ബെഡിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. വാട്ടർ ബെഡ് നമ്മൾ ഏറ്റെടുക്കണം. അതിന്റെ കൂടെ എയർ ബെഡ്, വാട്ടറിന് പകരം എയർ ഫില്ല് ചെയ്തിട്ട് നടക്കുന്ന സെയിം റേറ്റ് തന്നെയാണ്, 3200 രൂപയാണ്. അതും നമുക്ക് 10 എണ്ണം ആവശ്യമുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ിലുള്ള ഒരു വിശാലമനസ്കനായ അനുഭാവി 2 വാട്ടർ ബെഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹുവിന്റെ പേരിൽ. അല്ലാഹുവേ ശരീരത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങളിൽ നിന്ന് ശമനം കൊടുക്കണേ അല്ലാഹ്, 2 ലോകത്തും ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഏറ്റെടുക്കണം. ഇത് നമ്മുടെ ദൗത്യമാണ്, മറ്റാർക്കും വേണ്ടിയല്ലല്ലോ. നമ്മളെ തറവാട്ടിക്കാണ് നമ്മൾ ഫണ്ട് ഉണ്ടാക്കുന്നത്. അത് അഭിമാനകരമായ ഒരു അസ്തിത്വമല്ലേ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇങ്ങനെ ഹോണറബിൾ എക്സിസ്റ്റൻസോടുകൂടെ ഈ സമുദായം നിലനിൽക്കണം. കേരളത്തിൽ ജീവിക്കാൻ, മലപ്പുറത്ത് ജീവിക്കാൻ സാധ്യമായതിൽ അല്ലാഹു തആല നമുക്കൊക്കെ തന്നൊരു നിഅമത്തിനെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാകൂല. അതിന് സെൻകുമാറിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആരാണ് മലപ്പുറത്തുകാരൻ, ആരാണ് മുസ്ലിം? ലക്ഷ്മിക്കുട്ടിയമ്മ പട്ടിണി കടന്നപ്പോ ആമിനത്താത്ത പോയിട്ട് അടുക്കളയിലേക്ക് ചോറ് കൊണ്ടുപോയ പാരമ്പര്യം ഈ മലപ്പുറത്താണെങ്കിൽ, ആ ലക്ഷ്മിക്കുട്ടിയമ്മ ആമിനത്താത്താന്റെ വീട്ടിലേക്കും ആമിനത്താത്ത ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ട്. ചോദ്യം സെൻകുമാറുമാരും തയ്യാറാകണ്ട എന്ന് സെൻകുമാറിന്റെ അതേ മതക്കാരനായ, അതേ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥൻ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പെട്ടവരെ, ഈ സമുദായത്തിന്റെ അന്തസ്സിനെ ഉയർത്താനുള്ള മറുപടി കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ കമ്മ്യൂണൽ ഇഷ്യൂസ് അല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്, കമ്മ്യൂണൽ ഹാർമണിയാണ്. ആ കമ്മ്യൂണൽ ഹാർമണിക്ക് വേണ്ടിയാണ് SKSSF നിലകൊള്ളുന്നത്. സഹചാരിയിലൂടെ ഒരുപാട് ആളുകളെ അങ്ങനെ സഹായിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എയർ ബെഡും ഈ രീതിയിൽ 10 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. എയർ ബെഡാ, വാട്ടർ ബെഡോ? ഇൻഷാ അല്ലാഹ് രണ്ടും സെയിം റേറ്റ് തന്നെയാണ്. മറ്റൊരു സഹോദരൻ കൂടി ഏറ്റിട്ടുണ്ട്. അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, അതിന്റെ വ്യക്തമായ രീതിയിൽ അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, മൈശത്തിൽ നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇനി നമുക്ക് അടുത്തതായി ആവശ്യമുള്ളത് വാക്കറാണ്. നമുക്കറിയാം, രോഗികള്, ഡിസൈബിൾഡ് ആയിരിക്കുന്ന ആളുകള്, കാലിന്റെ എബിലിറ്റി പൂർണ്ണമായ രീതിയിൽ ഇല്ലാത്ത, ശേഷിയൊന്നും കിട്ടാത്ത ആളുകള്, പലപ്പോഴും അവർക്കൊന്ന് എഴുത്തിമാത് ചെയ്യാൻ ഒരു ഒക്കാസിനെ പോലെയുള്ള ഒരു വാക്കർ ആവശ്യമാണ്. ഒരു വാക്കറിന് 850 രൂപയാണ്, 850 ആണ്. അങ്ങനെ ഒരു 10 വാക്കർ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും രോഗികൾക്ക് തന്നെ സ്വമേധയാ ഹോസ്പിറ്റലിലേക്ക് പോകാനും ക്ലിനിക്കിലേക്ക് പോകാനൊക്കെ വാക്കർ വലിയൊരു സഹായകമാകും. ഏൽക്കാൻ കഴിയുന്ന ആളുകൾ ഒന്ന് പെട്ടെന്ന് ഏൽക്കുക. നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ ഏൽക്കാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് അൽഹംദുലില്ലാ, ഒന്ന് വിടുന്ന അൽഹംദുലില്ലാ ഏറ്റു, ഒന്ന് സദസ്സിൽ നിന്നൊരു രക്ഷിതാവ് ഏറ്റു, അൽഹംദുലില്ലാ ഉസ്താദ് ഒന്ന് ഏറ്റു. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വിജയിക്കല്. 3 വാക്കറിപ്പായി. ഇനി ആരാളൊന്നും കൈ പൊക്കിയാലൊക്കെ മതി കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങൾ സലാമത്തായി കിട്ടും. അൻവരി ഉസ്താദ് ഒന്ന് ഏറ്റിരിക്കുകയാണ്.
തരും, ഒരു GI സ്കാൻ നമുക്ക് പെട്ടെന്ന് ഏൽക്കാനുള്ള ഒരു കാരണം തരുമോ? ഒരു കിതാബിന്റെ എന്റെ ഫയൽ ആദ്യം ചിന്തിക്കൽ പഠിച്ചോനെ ഈ വാക്കറും കൊണ്ട് ഒരു അവശനായ ഒരു ഗതികെട്ട ഒരു ഗത്യന്തരമില്ലാത്തൊരു രോഗി ഇങ്ങനെ നടക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ നോക്കുക, ഇങ്ങനെ നടക്കാൻ അദ്ദേഹത്തിന് സഹായം ചെയ്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഡോണർ. ഹു ഈസ് ദി ഡോണർ? ആരാണ് ആ ദാതാവ്? കാരണം ഇത് തീർന്നില്ല. ഒരു ഭക്ഷണം കൊടുത്ത മാതിരിയല്ല, അത് കഴിഞ്ഞു. ഡൈജഷൻ ഫംഗ്ഷനോടുകൂടെ ഭക്ഷണത്തിന്റെ ഡോസ് തീർന്നുപോയി. ഇത് കാലാകാലം, അല്ലെങ്കിൽ ഇതിന്റെ വാലിഡിറ്റി എത്രയാണോ അത്ര കാലം പാവങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മൂവിങ് ഡൊണേഷൻ, ഒരു മൂവിങ് കോൺട്രിബ്യൂഷൻ. ഒരു ഉമ്മ ായ നേരത്തെ ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോ പറഞ്ഞ എന്താ, ഒരു കിണർ കുഴിച്ചു കൊടുത്തോ? കാരണം ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. അതിൽ എപ്പോ വേണ്ടോ യാരുണ്ടോ അതിനും പുണ്യം കബറിൽ കിടക്കുന്ന നിന്റെ ഉമ്മാക്ക് കിട്ടിയാൽ ഇത് എത്ര കാലം ഓടുന്നോ, ഈ വീൽ ചെയർ എത്ര കാലം കറങ്ങുന്നോ, ഈ വാട്ടർ ബെഡ് എത്ര കാലം ഉപയോഗിക്കപ്പെടുന്നോ, നിന്റെ പുണ്യം ഇങ്ങനെ കിട്ടാൻ ഒരു ജാരിയായ സദഖ പോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊന്ന് ഇറങ്ങിയാൽ ഒരു 4-5 ആവശ്യമുള്ളൂ. ആരാ? അൽഹംദുലില്ലാ, 2 ആൾ അവിടെ തയ്യാറായിട്ടുണ്ട്. 2 ആള് അൽഹംദുലില്ലാ. അല്ലാഹുവേ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നമ്മളെ SKSSFന്റെ പ്രവർത്തകന്മാര് ആരും പ്രസ് ചെയ്യാതെ നല്ലൊരു ഉദ്ദേശത്തിന് നമ്മുടെ നാടിന്റെ നന്മ കണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോ നമ്മൾ അവർക്ക് വലിയൊരു ഫോഴ്സ് കൊടുക്കണം. കാരണം അവർ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. നനഞ്ഞിറങ്ങിയാ കുളിച്ചു കയറണം എന്നാ ഒന്ന് അവിടെ തയ്യാറായിട്ടുണ്ടല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുവേ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ മലക്കുകളുടെ തിരുനോട്ടം ഈ മനുഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിൽ നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുമ്പിൽ ആക്സിഡന്റ് പതിയിരിക്കുന്നുണ്ട്. നാളെ നേരം വെളുത്ത് ഞങ്ങൾ സഞ്ചരിക്കുമ്പോ, ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോ എന്ത് ഇൻസിഡന്റ് ആണ് സംഭവിക്കുക എന്ന് പടച്ചോനെ ഒരു നിശ്ചയവും ഞങ്ങൾക്കില്ല. ഒരു നിശ്ചയമില്ല റബ്ബേ. ഞങ്ങളുടെ ഹേർട്ടിന്റെ അവസ്ഥ എന്താണ്, എത്ര വന്നിട്ടുണ്ട് ഇപ്പം, LDL ബാഡ് കൊളസ്ട്രോൾ എത്ര വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്, എന്നാണ് ബ്ലോക്ക് ആകുക, എന്നാണ് ഈ ശ്വാസം സ്തംഭിക്കുക, നോ ഐഡിയ. അല്ലാഹുവേ തമ്പുരാനെ, ആ കണക്ക് പുസ്തകം നിന്റെ കയ്യിലാണ്. ഞങ്ങളുടെ ഇന്റേണലായ എക്സ്റ്റേണലായ എല്ലാ അവസ്ഥകളെയും അറിയുന്ന റബ്ബേ, ഇതിന്റെ ഭാഗവാക്കാകുന്നതിന്റെ കാരണത്താൽ, ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നതിന്റെ കാരണത്താൽ അങ്ങനെ വരാനുള്ള സകല മുസീബത്തുകളെയും ഞങ്ങളെ തൊട്ട് തട്ടിക്കളയണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബെഡാണോ? സ്ത്രീകളെ ഭാഗത്തുനിന്ന് 4 ബെഡ് എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. എന്റെ കുമ്മണിപ്പറമ്പിൽ പറമ്പിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാര് കേരളത്തിന് നൽകുന്ന വലിയ സന്ദേശമാണത് എന്ന് ഈ പ്രബോധത്തിന്റെ അല്ലാഹ് ആ സഹോദരിമാർക്ക് സ്വർഗത്തിൽ ഒരു സീറ്റ് കൊടുക്കണേ അല്ലാഹ്. അവരെ കുടുംബത്തിൽ, അവരെ ഉൾക്കൊള്ളുന്ന കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും ഏതെങ്കിലും സിഹർ, ഏതെങ്കിലും കണ്ണേറുകാരന്റെ കണ്ണേറ് ഈ അവസ്ഥയിലും ഈ അറ്റ്മോസ്ഫിയറിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ, അവർ ഈ നൽകിയ സംഭാവനയുടെ ഹക്ക് കൊണ്ട് അതിനെ ബാത്തിലാക്കണേ അല്ലാഹ്. അതിന്റെ ഇബ്താൽ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അതിനെ റദ്ദ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹിർസിലും ഹിഫ്ളിലുമായി അവരെയും ഞങ്ങളെയും നീ മുന്നോട്ട് വഴി നടത്തണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് ഏറ്റാളുകളാ. വീൽ ചെയറിലേക്ക് ഖദീജ കുട്ടി എന്ന് പറയുന്ന സഹോദരി സംഭാവന നൽകിയിട്ടുണ്ട് ക്യാഷായിട്ട്. അതുപോലെ തന്നെ വാട്ടർ ബെഡിലേക്ക് റഫീന എന്ന് പറയുന്ന സഹോദരി ഒരു വാട്ടർ ബെഡിനുള്ള സംഭാവന 3200 രൂപ നൽകിയിട്ടുണ്ട്. വാക്കറിലേക്ക് മുബാറക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല എന്നിവര് നമ്മുടെ വാക്കറിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. വേറൊരാളും കൂടി നൽകിയിട്ടുണ്ട്. ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാഹുവേ. ഈ റഹ്മത്തിന്റെ മലക്കുകളുടെ, അതുപോലെ തന്നെ സയ്യാഹീൻ എന്ന് പറയുന്ന മജ്ലിസുൽ ഇൽമിന്റെ പാറാവുകാരായ മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ഈ നന്മ ഈ നിമിഷം തന്നെ നിന്റെ ഹദറത്തിൽ എത്തണേ അല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്ക്, ഊന്നുവടി, അതല്ലേ സ്റ്റിക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെ? ഉക്കാസ്, ഈ ഊന്നുവടി ഇങ്ങനെ പ്രായമുള്ളവർക്കൊക്കെ നടക്കാൻ ആവശ്യമായിരിക്കുന്നു. അതുപോലെയുള്ള സ്റ്റിക്ക് നമുക്ക് 10 ആവശ്യമുണ്ട്. ഒന്നിന് 600 രൂപയാണ് വില. അതുപോലെ തന്നെ നെബുലൈസർ,
ഈ കഫക്കെട്ട്, ഇൻഫെക്ഷൻ പോലുള്ള സാധനങ്ങൾ വരുമ്പം നെബുലൈസ് ചെയ്യാനുള്ള നെബുലൈസർ മെഷീൻ ആവശ്യമുണ്ട്. അതിന് 10 എണ്ണം ആവശ്യമുണ്ട്. ഒന്നിന് 800 രൂപയാണ് വില. അങ്ങനെയുള്ള 10 നെബുലൈസർ ലഭ്യമാകേണ്ടതുണ്ട്. അത്യാവശ്യം ആവി പിടിക്കാനൊക്കെ ആവശ്യമായിരിക്കുന്ന ഒരു മെഷീനറി സംവിധാനമാണ്. ഈ ഉപകരണങ്ങളുടെ പ്രിയപ്പെട്ട സദസ്സിൽ ഉള്ള സദസ്യർ സ്പോൺസേഴ്സ് ആയിട്ട് നിങ്ങളുടെ സ്പോൺസർഷിപ്പിലൂടെ നൽകി നമ്മുടെ പരിശുദ്ധമായ ഈ ദൗത്യത്തെ നിങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള ഖൈറും ബർക്കത്തും തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളല്ലാതെ ഇത് ആരും ഏറ്റെടുക്കാനില്ല. ഇത്തരം സംരംഭങ്ങളെ മുഴുവൻ വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. ഇന്നത്തെ ആദ്യത്തെ ദിവസം വലിയൊരു എനർജി എന്റെ പ്രിയപ്പെട്ട സംഘാടക സുഹൃത്തുക്കൾക്ക് ഈ സദസ്സ് പ്രദാനം ചെയ്തിട്ടുണ്ട്. നാളെ ഈ ഉമ്മമാര് ഉപ്പമാര് എല്ലാവരും കേരളക്കരയിൽ നമ്മൾ ആവേശത്തോടുകൂടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. കോളേജിലെ കുട്ടികൾ വിളിച്ചു, ഇംഗ്ലീഷിൽ 2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് മംഗലാപുരം മെഡിക്കൽ കോളേജിലെ ഭയങ്കര MBBSകാരും MD-കാരും ഒക്കെ ആയ വലിയ ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു പോയി. ആരായി പണ്ഡിതൻ, ഏതായി പണ്ഡിതൻ? ഒരു യുഗപുരുഷനെ പോലെ ഒരു യുവപ്രതിഭ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് സയൻസിന്റെ വെളിച്ചത്തിൽ ഖുറാന്റെ വെളിച്ചത്തിൽ സയൻസ് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഒരു മതപണ്ഡിതനാണ്. ആർക്ക്? ഡോക്ടേഴ്സിനെ എന്ന് അവർ വലിയ അത്ഭുതത്തോടു കൂടെ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല ഇത്തരം പണ്ഡിതന്മാരെ പ്രദാനം ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് എന്തെങ്കിലും അസൂയയുടെ പേരില്, അദാവത്തിന്റെ പേരില് അവരെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ, മൂലക്കലാക്കാനുള്ള ശ്രമങ്ങൾ അത് പല മേഖലയിലുണ്ട്. എല്ലാം നിലക്ക് ഒതുക്കുന്നുണ്ട്, നിയമപരമായിട്ട് ഒതുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫീൽഡ് വർക്ക് ചെയ്താണ്ട് ഒതുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ വരെ ഒതുക്കിയില്ലേ? ലബീദ് ഇബ്നു അയ്സം എന്ന് പറയുന്ന മദീന കണ്ട ഏറ്റവും വലിയ സാഹിറിനെ വിലക്ക് കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ജൂത പയ്യനെ സ്വാധീനിച്ച് അവന് പ്രസന്റേഷൻസ് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന് ചീർപ്പെടുത്തിട്ട് ഈ കൊമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചീർപ്പെടുത്ത് മുടി വാരുമ്പോ ആ ചീർപ്പിന്റെ പല്ലുകൾക്കിടയിലുള്ള മുടിയുടെ അംശം കൊണ്ടുവരിപ്പിച്ച് ആ മുടി എടുത്തിട്ട് റസൂലുള്ളാഹിനെ കടത്തിയില്ലേ സിഹർ ചെയ്തിട്ട്? ആര്? മദീനയിലെ സാഹിറായ ലബീദ് ഇബ്നു അയ്സം. അതിലൊരു മെഴുകിന്റെ രൂപം ഉണ്ടായിരുന്നു. ആ മെഴുകിന്റെ രൂപം അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപമായിരുന്നു. ഈ മെഴുകിന്റെ മുകളിൽ 11 ആണി അടിക്കുകയാണ്, 11 കെട്ടുകെട്ടാണ്. ഈ കെട്ടുമ്പോൾ 2 പെൺകുട്ടികളെ, ലബീദ് ഇബ്നു അയ്സമിന്റെ 2 പെൺമക്കളെ വീട്ടിലിരുത്തി മന്ത്രം പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ആ പെണ്ണുങ്ങളാണ് മന്ത്രം ജപിച്ചത്. ഈ പെണ്ണുങ്ങൾ മന്ത്രം ജപിച്ചാല് വളരെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് ഈ സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് അനുകൂലമായിട്ട് മന്ത്രിച്ചാലും പ്രതികൂലമായിട്ട് മന്ത്രിച്ചാലും സ്ത്രീകൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൊതുക്കൂടാൻ പെണ്ണുങ്ങളെയാണ് ഏൽപ്പിക്കാറ്. ഈ കുട്ടികൾക്ക് അനിയന്ത്രിതമായ അടിസ്ഥാനമോ വോമിറ്റിങ്ങോ ഒക്കെ വരികയാണെങ്കിൽ ഭക്ഷണത്തോടുള്ള താല്പര്യം പറഞ്ഞാൽ കൊതിക്കൂതാൻ വേണ്ടി പെണ്ണുങ്ങളെ എടുത്തിട്ട് കൊടുത്തേക്കാറുണ്ട്. അതിന്റെ തസ്തീർ നല്ലോണം യഥാർത്ഥ വിശ്വാസത്തിൽ നിങ്ങൾ നമ്മൾ ഒരുപാട് പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൈറായ രീതിയിലുള്ള സചേതമായ ഒരു പ്രസ്ഥാനത്തെ ഫോളോ ചെയ്തപ്പോൾ നല്ല നിർബന്ധമാണ്. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ SBV തല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. സുന്നി ബാലവേദിയായിട്ട് ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ കുട്ടികൾ പഴക്കൂലയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സമസ്തന്റെ പ്ലാറ്റ്ഫോമിൽ വളർന്ന് മുന്നോട്ട് പോയ ഒരു കുട്ടിക്കും ഇതുവരെ പഴക്കേണ്ടി വന്നിട്ടില്ല. മറ്റെന്തെങ്കിലും പഴിച്ചു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടുവരില്ല. പിന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ഋജുവായ പാത നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ശങ്കിക്കേണ്ട കാര്യമില്ല. വളരെ ആശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ ഉപസംഹരിക്കുകയാണ്. 10:30 മണി കഴിഞ്ഞു. 11 മണിയിലേക്ക് ഇങ്ങനെ കിടക്കാൻ പോവുകയാണ്. നമുക്ക് ഇന്ന് വൈകിട്ട് തുടങ്ങേണ്ടി വന്നു. കാരണം ഇന്ന് തുടക്കമായതുകൊണ്ട് നാളെ ബഹുമാനപ്പെട്ട സിംസാറിലേക്ക് ഉദവി വരുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴാണ് ഞാൻ ആ സിഗറിന്റെ മേഖലയിലേക്കൊക്കെ കടന്നത്. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അത്തരം ദായികളാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ളത് ഈ നാടിന്റെ ഒരു വലിയ സ്വപ്നമാണ്. ശംസീറും ടീമും 2 കൊല്ലം മുമ്പ് സിംസാറിലൊക്കെ ഉദവിയെ ബുക്ക് ചെയ്തിട്ടാണ് നാളെ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം വേണ്ട രീതിയിൽ. നമുക്കറിയാം, അദ്ദേഹം കുടുംബസമേതം അബുദാബിയിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അവിടെയാണ്. അദ്ദേഹത്തിന്റെ ജോലിയും അവിടെയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റ പരിപാടിക്കും വേണ്ടി അദ്ദേഹം അവിടെ നിന്നോട്ട് വരികയാണ്.
എന്നിട്ട് വന്നിട്ട് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന്റെ ജോലിക്ക് വേണ്ടി അബുദാബിയിലേക്ക് അദ്ദേഹം ഫ്ലൈറ്റ് കയറുകയാണ്. അത്രയും കൺജസ്റ്റഡ് ആയിരിക്കുന്ന ഒരു ബിസിയുടെ ഇടയിലാണ് അദ്ദേഹം നമ്മുടെ ദൈവത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരുന്നതും നമ്മുടെ മുമ്പിൽ പ്രസംഗിക്കാൻ നേറ്റതും നാളെ ഇങ്ങോട്ട് വരുന്നതൊക്കെ. അപ്പൊ അത് നമ്മൾ അദ്ദേഹത്തിന്റെ തിരക്കുകളെ കൂടി കണ്ടറിഞ്ഞ് കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ സദസ്സിനോട് അനുകൂലമായ നിലപാടെടുത്ത് നേരത്തെ തന്നെ എത്തി അദ്ദേഹത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കോലത്തിൽ നമ്മുടെ സദസ്സ് വളരെ ഭംഗിയായി പര്യവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരും സംഘാടക സുഹൃത്തുക്കളും ശ്രമിക്കാൻ വരുന്ന പ്രിയപ്പെട്ട ഓഡിയൻസും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്ത് ഇന്നത്തെ സദസ്സ് ഇവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു ഈ കൊടുത്ത ആളുകൾക്ക്, കേട്ട ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി യാ അല്ലാഹു വൽ ഇസ്സത്തു ലക യാ അല്ലാഹു വൽ കിബ്രിയാഉ ലക യാ അല്ലാഹു വൽ അദമത്തു ലക യാ അല്ലാഹു വൽ ഹൈബത്തു ലക യാ അല്ലാഹു വൽ വഖാറു ലക യാ അല്ലാഹു വൽ ثناء ലക യാ അല്ലാഹു. اللهم إنا نحمدك ونستعينك ونستهديك ونؤمن بك ونتوكل عليك ونثني لك الخير كله نشكرك ولا نكفرك ونحيا ونترك من يفجرك وإليك نسعى ونحفد نرجو رحمتك ونخشى عذابك إن عذابك الجد بالكفار ملحق. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد وبارك وسلم عليه يا رب العالمين. اللهم هذا الدعاء ومنك الإجابة وعليك تكلان وعلينا البلاء ولا حول ولا قوة إلا بك يا ذا الجلال والإكرام. اللهم كن معنا حيث كنا ولا تكن علينا يا رب العالمين. اللهم اجعل القرآن نور قلوبنا وضياء صدورنا وربيع علومنا ورفيقا لنا ومونسا لنا على صراطنا يا رب العالمين. അല്ലാഹുവേ, ഈ കൂടിയ സദസ്സിനെ നീ തള്ളല്ല തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വിവരക്കേടുകളെ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അജ്ഞതകളെ മാറ്റണേ അല്ലാഹ്. നാഫിയാൻ ഇങ്ങനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ ഞങ്ങൾ ഇവിടെ ആവശ്യമായ ഇൻസ്ട്രുമെന്റുകളെ പറ്റി ഇവിടെ ശബ്ദമുയർത്തിയപ്പോ അതിനെ കേട്ടിട്ട് അതിലേക്ക് സംഭാവന നൽകിയ സുമനസ്സുകളുണ്ട്. സ്വീകരിക്കണേ അല്ലാഹ്. ആ സാധന സാമഗ്രികൾ പാവങ്ങൾക്ക് വേണ്ടി എത്ര കാലം പ്രവർത്തിക്കുമോ അതിന്റെ എല്ലാം പ്രതിഫലം ഈ ദുനിയാവിലും നാളെ ഖബറിലും പിന്നെ പരലോകത്തും നീ ഞങ്ങൾക്കും അവർക്കും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആ സംഭാവന നൽകിയ ആളുകളുടെ മനസ്സിലൊക്കെ വിവിധ ഉദ്ദേശങ്ങളാണ്, അത് പറയേണ്ട ആവശ്യമില്ല. നീ ആ കൽബുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സഫലീകരിക്കണേ അല്ലാഹ്, ആ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഒരു അനുഭാവി രോഗം സുഖമാകാൻ 1001 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അത്തിപ്പറ്റയുള്ള സാജിദീൻ കെ എന്ന കുട്ടിക്ക് ഡെങ്കിപ്പനിയാണ്. ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാഹ്. നേരത്തെ 1001 രൂപ തന്ന അനുഭാവിക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, അപ്രതീക്ഷിതമായ ഒരു പനി വരികയാണ്. ആ പനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. ഡെങ്കി ഫീവറിന്റെ വൈറസുകൾ ഞങ്ങളുടെ ബ്ലഡിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുകയാണ്. ഡയഗ്നോസ് നടത്തപ്പെടുമ്പോൾ ഇത് മാരകമായ രോഗമാണ്, സൂക്ഷിക്കണം എന്ന് പറയാൻ പ്ലാറ്റ്ലേറ്റ്സിന്റെ അളവുകൾ കുറയുകയാണ്, കൗണ്ട് കുറയുകയാണ്. ക്രമാതീതമായി കൗണ്ട് കുറഞ്ഞ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മുമ്പൊന്നും ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ല, മുമ്പൊന്നും ഞങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ടില്ല. പനിക്കാറുണ്ട്, മരിക്കാറുണ്ട്. മരണസംഖ്യ ക്രമാതീതമായി കൂടി. പട്ടാമ്പിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞത്, ഈ ആഴ്ച ഞങ്ങളുടെ മഹലിൽ 5 പേരാണ് മരിച്ചുപോയത്. കുഞ്ഞു മക്കളടക്കം അതിലുണ്ട്. അല്ലാഹുവേ, ആ ഗതികേട് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ഉന്നത വിജയം നേടാൻ വേണ്ടി കൊടിക്കുത്തിലെ പറമ്പിലെ വാഫി കോളേജിലെ 8 കുട്ടികൾ സംയുക്തമായി വാക്കുകൾ നൽകിയിരിക്കുകയാണ്. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മുതല്ലിമീങ്ങൾ നാടിന് നൽകിയിരിക്കുന്ന ഈ ഒരു വലിയൊരു സന്ദേശം അല്ലാഹുവിന്റെ ജീവിതത്തിൽ പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനമാണ്, നിങ്ങൾ ഏറ്റെടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈ കൊടികുത്തിപ്പറമ്പിലെ വാഫി കോളേജ് എനിക്ക് വിസിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാനും ഒരു വാഫി കോളേജിന്റെ പ്രവർത്തകനാണ്. അല്ലാഹുവേ, ഖൈറും ബർക്കത്തും നീ ആ സ്ഥാപനത്തിലും ആ സ്ഥാപനത്തിന്റെ മക്കൾക്കും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആ മുതല്ലിമീങ്ങൾ പരീക്ഷയുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി വളരെ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരെ വാഫിമാരെയായി
സമുദായത്തിന്റെ മുമ്പിൽ പ്രകാശ ഗോപുരങ്ങളായ പണ്ഡിതന്മാരായി പരിവർത്തിപ്പിക്കണേ തമ്പുരാനെ. ഇവിടുത്തെ മുത്തല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവർ ശമനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അങ്ങനത്തെ അത്യാഹിതങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ഒരുവിധ രോഗങ്ങളും നൽകല്ല അല്ലാഹ്. ഓർക്കാപ്പുറത്ത് അത്യാഹിതങ്ങളെ കേൾക്കേണ്ട, അനുഭവിക്കേണ്ട, കാണേണ്ട ഗതികേട് പാവങ്ങളായ ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും നൽകല്ല അല്ലാഹ്. ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ സകല രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒരു തുള്ളി ബ്ലഡ് കൊടുത്തിട്ട് റിസൾട്ട് പോസിറ്റീവാണ് എന്നൊരവസ്ഥ ഞങ്ങളെ കേൾപ്പിക്കല്ലേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവസാനം ഈമാൻ കാമിലായി കലിമ ചൊല്ലി കണ്ണടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖബറിൽ പോയി കിടക്കുമ്പോൾ ആ ഖബർ സ്വസ്ഥതയുടെ വീടാക്കി തരണേ അല്ലാഹ്. അത് ഇടുങ്ങുന്ന ദുഷിച്ച നരകത്തിന്റെ ഒരു അറയാക്കി മാറ്റല്ലേ അല്ലാഹ്. അത് തീകുണ്ടാരമാക്കല്ലേ അല്ലാഹ്. അത് സർപ്പങ്ങളുടെ കേളീകരണമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അത് സ്വർഗത്തിലെ വിരിപ്പിട്ട് പതക്കപ്പെട്ട മനോഹരമായ സ്വർഗീയ ഭവനം പോലെ അണിയിച്ചൊരുക്കപ്പെട്ട വീടാക്കണേ അല്ലാഹ്. ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഗുരുത്തക്കേടുള്ള മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വഭാവത്തിൽ കാണിക്കല്ലേ അല്ലാഹ്. ആ കുട്ടികളുടെ പെരുമാറ്റങ്ങളിൽ അത് കാണിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുട്ടികളുടെ ശൈശവദശയിൽ ഉണ്ടായിപ്പോയ പാകപ്പിഴവുകൾ അല്ലാഹുവേ, അവരുടെ ഭാവിയിൽ ഒരിക്കലും ഒരു അതിന്റെ ബാക്കി അനുരണനങ്ങളെ ഒരിക്കലും നീ പ്രദർശിപ്പിക്കല്ലേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങളെ മക്കളെ കാക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ രോഗികളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഹോസ്പിറ്റൽ ബെഡുകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ജീവികളാക്കി ഇരകളാക്കി മാറ്റല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈറും യസ്റും നൽകണേ തമ്പുരാനെ. ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദില്ലത്തിലും യസ്റിലും ആക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, സഹചാരിയുടെ റിലീഫ് പ്രവർത്തനങ്ങളെ നീ സജീവതയിലേക്ക് വഴി നടത്തണേ തമ്പുരാനെ. SKSSFന്റെ പ്രവർത്തകന്മാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ഇതിന്റെ സംഘാടകർക്ക് ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുന്നണി പോരാളിയെ പോലെ പ്രവർത്തിക്കുന്ന മൊയ്റ്റ് മൗലവിയെ പോലെയുള്ള ആളുകൾ. മൊയ്റ്റ് മൗലവി നിങ്ങളുടെ നാട്ടുകാരനാണെങ്കിലും കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും അദ്ദേഹം സുപരിചിതനാണ്. ഉമറാക്കളുടെ കൂട്ടത്തിലെ പ്രധാനികളിൽപ്പെട്ട ആളുകളാണ് അവരൊക്കെ. അല്ലാഹുവേ, അവർക്കൊക്കെ നിർണായകത്വം വഹിച്ച് ഈ സമൂഹത്തിനും സമുദായത്തിനും ലീഡർഷിപ്പ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഖൈറ ദുനിയാ വഖൈറ الآخرة واصرف عنها شرهما يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وآخر دعوانا أن الحمد لله. أوصيكم بالدعاء. السلام عليكم ورحمة الله.